അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഡിയേഴ്സ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വോയിസിൽ വന്നിരിക്കുന്നത്. ഇൻഷാ അള്ളാഹ്, നമ്മുടെ സ്കൂളിൽ എല്ലാ മതത്തിൽപ്പെട്ട മക്കളും പഠിക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക സെലിബ്രേഷൻസും നടത്തി വരാറുണ്ട്. ആയതുകൊണ്ട് ഇനി വരുന്നൊരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അതായത്, ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കാരണം മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഷിർക്കായി മാറാൻ ചാൻസ് ഉണ്ട്. അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഖുർആനിക് പ്രീ സ്കൂളിൽ കുഞ്ഞു മക്കളാണ്. കുഞ്ഞിളന്നാവിൽ ഖുർആൻ മധുരം എന്നുള്ള ഒരു ക്യാപ്ഷൻ തന്നെ നമ്മുടെ മക്കളുടെ ഒരു തിബിയാൻ സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ അവർ ഇസ്ലാമികപരമായിട്ടുള്ള ഒരു കൾച്ചറിൽ അവരുടെ പഠനം ചെറുതിലേ അവരെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവർക്കറിയില്ല എന്താണ് ആഘോഷം, ഓണം എന്താണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത് അവർക്കറിയില്ല. അതിൽ കൂടിയത് കൊണ്ടുള്ള അതിൻ്റെ ഗൗരവം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് അറിയാവുന്ന രീതിയിൽ, പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ മക്കളെ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. ഇൻഷാ അള്ളാഹ്, നമ്മുടെ തിബിയാൻ കൾച്ചറിൽ വളരുന്ന മക്കൾ അതിലുപരി നമ്മൾ ഓരോരുത്തരും മുസ്ലിങ്ങളാണ് അല്ലേ. ഇസ്ലാം മതം അനുശാസിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുസ്ലിങ്ങളായി ഇസ്ലാം മതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിൽ നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട്, ഒരു പക്ഷേ നിങ്ങൾക്കും ഈ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടാവും, എങ്കിലും എനിക്ക് പറഞ്ഞു തരേണ്ട ഒരു കടമ എന്നിലുള്ളത് കൊണ്ട് തന്നെ ഇനി വരുന്ന ഓണം സെലിബ്രേഷന്, മറ്റു സെലിബ്രേഷനൊക്കെ ഉണ്ടാവുമല്ലോ, ക്രിസ്മസിനൊക്കെ. ഇപ്പം മെയിനായിട്ട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഓണം സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ആ സെലിബ്രേഷനിൽ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല. വേഷവിധാനത്തിലാണെങ്കിലും